അപ്പോൾ നമ്മളെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം രണ്ടാമത്താണ്. ഈ വോട്ടിംഗ് മെഷീൻ കണ്ടിരുന്നോ? ഇല്ല. അപ്പോൾ പിന്നെ രണ്ടാമത്താണ്. അപ്പോൾ രണ്ടാമത്തെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. 19-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്, വ്യാഴാഴ്ച. ആ വ്യാഴാഴ്ച മഴ ഉണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെല്ലണം. വോട്ട് ചെയ്യാൻ മറക്കരുത്. മഴയാണ്, പുറത്തിറങ്ങണ്ട എന്നുള്ള കരുതിയിട്ട് ആരും വോട്ട് ചെയ്യാതിരിക്കരുത്. കാരണം ഇത് നമ്മളുടെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ആരുടെ ഷോക്ക് ജയിക്കണം. അതിലുള്ള 2-3 കാരണങ്ങൾ പറഞ്ഞു തന്നിട്ട് ഞാൻ പോകാം. എൻ്റെ മാത്രമേ എടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോകാം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കിട്ടിയൊരു അവസരമാണ്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ കിട്ടിയ വലിയൊരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. സാധനങ്ങളുടെ വില നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ ഒരു 500 റുപ്യക്ക് ഒരു സാധാരണ പലചരക്കടയിൽ പോയി കഴിഞ്ഞാൽ ആ 500 റുപ്യ കഴിഞ്ഞു. വേറെ സാധനം വാങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വിലക്കയറ്റം അത്രയും രൂക്ഷമാണ്. വെളിച്ചെണ്ണ, അരി, എല്ലാ സാധനവും, പഞ്ചസാര ഒക്കെ അത് ഓരോ എങ്ങനെ കൂടണം. പണ്ടൊക്കെ ഒരു കൊല്ലം കൂടുമ്പോഴേ കൂടിയുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അടിക്കടി കൂടിക്കൊണ്ടിരിക്കുക. മാത്രമല്ല പെട്രോളിനും ഡീസലിനും 2 റുപ്യ സെസ് ഗവൺമെൻറ് ഏർപ്പാടാക്കി. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് പെൻഷൻ തരാൻ വേണ്ടിയിട്ട്. പെൻഷൻ കിട്ടണമെങ്കിൽ തിരഞ്ഞെടുപ്പ് വരണം. തിരഞ്ഞെടുപ്പ് വന്നാൽ പെൻഷൻ തരും, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പെൻഷൻ അല്ല. അതാണ് കോലം. ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും എല്ലാ വീട്ടിൽ കൂടി. അത് ഈ തിരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ടാണ്. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേ പെൻഷൻ കിട്ടുള്ളൂ. അതാണ് ഒരു അവസ്ഥ. അപ്പോൾ സാധനങ്ങളുടെ വില ഒരു ഭാഗത്ത് കൂടുന്നുണ്ട്. നമ്മളുടെ ആരോഗ്യ ഇൻഷുറൻസ് പല ആസ്പത്രിയിലും എടുക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. ആസ്പത്രിക്കാർക്ക് കൊടുക്കേണ്ട പൈസ ഒന്നും ഗവൺമെൻറ് കൊടുക്കണില്ല. ഗവൺമെൻറ് പൈസ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള പൈസയുണ്ട്. അവിടെ കാലിത്തൊഴുത്തേക്ക് പാട്ട് വെക്കാൻ, കന്നുകാലികൾക്ക് പാട്ട് കേൾക്കാനുള്ള പാട്ടിന് വരെ പൈസയാണ്. അതൊക്കെയാണ് മുഖ്യമന്ത്രിൻ്റെ ഭരണം. അപ്പോൾ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണുള്ളത്. എല്ലാവരും കൂടി ജയിപ്പിച്ചു. ഇടതുപക്ഷം ജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ സിന്ദാബാദ്, അൻവർ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ്. അൻവർ 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താക്കി? രാജിച്ചു പോന്നു. എന്തിനാ രാജിച്ച്? മുഖ്യമന്ത്രി നിലമ്പൂർക്ക് ഒന്നും ചെയ്തു തരുന്നില്ല. മുഖ്യമന്ത്രി മരോനും ഞാൻ ചോദിച്ച ഒന്നും നിലമ്പൂർക്ക് തരുന്നില്ല. ബൈപ്പാസ് തന്നില്ല, ഗവൺമെൻറ് പിന്നെ കോളേജ് തന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പോലീസിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അൻവർ രാജിച്ച്. ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞത്, UDF പറഞ്ഞത് കുറേ കാലമായിട്ട്. പക്ഷെ അൻവർ ഇപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗവൺമെൻറ് പിണറായി വിജയനും LDF ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഇപ്പോഴാണ് അൻവറിന് മനസ്സിലായത്. നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവങ്ങളുണ്ട്, ജനങ്ങൾ ദുരിതത്തിലാണ്, സ്ഥാനങ്ങളുടെ വില അത്രയും കൂടിയിട്ടുണ്ട്, ജനങ്ങൾ വളരെ പ്രയാസത്തിലാണ്, അതുകൊണ്ട് ഈ ഗവൺമെൻറ് എതിർക്കപ്പെടണം. ഏത് തെരഞ്ഞെടുപ്പിലും, പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പറഞ്ഞു, ജനങ്ങൾ നന്നായിട്ട് ജയിപ്പിച്ചു. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്തപ്പോഴും സമരം ചെയ്ത് നടക്കുകയാണ് UDF. അൻവറിന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അൻവറും കൂടി ഈ രാജിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പോൾ ആ പ്രതിഷേധം നിങ്ങൾക്കും കൂടി രേഖപ്പെടുത്താനുള്ള അവസരമാണ് 19-ാം തീയതി ഉണ്ടാവുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 23-ാം തീയതിയാണ് റിസൾട്ട് വരിക. റിസൾട്ട് വരുമ്പോൾ ആരുടെ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരുക, ഒരു 30,000 വോട്ടിന് വിജയിച്ചു വരുക. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? ഇവിടെ മൊത്തം കോൺഗ്രസ്സുകാരാണെന്നാണോ? അങ്ങനല്ല. ഒരു 50,000 വോട്ടിന് ആരാണ് ഷൗക്കത്ത് ജയിച്ചാൽ ഇവിടെ മൊത്തം കോൺഗ്രസ്സുകാരാണെന്നാണോ, UDF ആണെന്നാണോ? അല്ല. ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്നാണ് അർത്ഥം, ഇല്ലേ? സാധന വില കൂടിയതിന് ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഈ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുണ്ട്. നേരെ മറിച്ച് LDF ആണ് ജയിക്കണമെങ്കിലോ ഇവിടെ ജനങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല. സാധന വില വർദ്ധിപ്പിച്ചതിനും കുഴപ്പമില്ല, ആരോഗ്യ ഇൻഷുറൻസിൻ്റെ അതിലും പ്രശ്നമല്ല, ജനങ്ങൾക്കൊരു പ്രയാസവും അനുഭവിക്കുന്നില്ല, ഡീസലിനും പെട്രോളിനും സെസ് ഏർപ്പെടുത്തിയതിനും പ്രശ്നമല്ല, നിലമ്പൂർക്ക് വികസനം കൊണ്ടുവരാത്തതിനും പ്രശ്നമല്ല, ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ, ഗവൺമെൻറ് മനസ്സിലാവണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിപ്പിക്കണം, UDFനെ ജയിപ്പിക്കണം. കവളപ്പാറയിൽ ദുരന്തം നടന്നു. ആ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? കവളപ്പാറ നമ്മളെ അടുത്താണല്ലോ. അവിടെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പോഴും അവിടെ ഷീറ്റ് ഇട്ടാണ് താമസിക്കുന്നത്. വയനാട് പ്രളയം വന്നു. നമ്മളെപ്പോലെ സാധാരണ മനുഷ്യന്മാരാണ് ഇവരൊക്കെ, സാധാ മനുഷ്യന്മാരാണ്. ആ പ്രളയം വന്നിട്ട് അതിൻ്റെ അവസ്ഥ എന്താണ്? 740 കോടി റുപ്യ മുഖ്യമന്ത്രിൻ്റെ അടുത്തുണ്ട് പൈസ. അവിടെ 10-400 വീടാണുള്ളത്. ഒരാൾക്ക് 1.5 കോടി ഒരു വീട്ടുകാർക്ക് കൊടുത്താൽ മതി, വീട് വെക്കാം, സ്ഥലം വാങ്ങാം. പക്ഷെ ഒരു പൈസയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ രൂപത്തിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാതെ നടക്കുകയാണ്. ഞങ്ങൾ കാളിയൊന്നാണ് വരുന്നത്.
കാളികാവെന്നാണ് വരുന്നത്. കാളികാവിൽ ഗഫൂർ എന്ന് പറഞ്ഞ ഒരാളെ കടുവ കൊന്ന കേട്ടിട്ടുണ്ട് നിങ്ങൾ? കേട്ടോ? ആ കന്നു. ഇന്നലെ മിഞ്ഞാന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പോയി. ഇന്നലെ പ്രിയങ്ക ഗാന്ധി പോയിരുന്നു. നമ്മളെ വനം മന്ത്രി ഇതുവരെ പോയില്ല, കോഴിക്കോട്ടുകാരൻ ശശീന്ദ്രൻ ഇതുവരെ പോയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ചോക്കാട് പോയി. വനം മന്ത്രി ഇതുവരെ പോയില്ല. ഒരു മനുഷ്യരെ കടിച്ചു വന്നിക്കാണ് ഗഫൂറും സമതും കൂടി റബ്ബർ ടാപ്പ് ചെയ്യുന്നു. 7:30 മണിക്കാണ് ഈ കടുവ വന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു സംഭവമില്ല. കാടും നാടും ഒക്കെ ഒരേപോലെ. കടുവൻ്റെ വഴിക്ക് വരുന്നുണ്ട്, പുലിൻ്റെ വഴിക്ക് വരുന്നുണ്ട്, നമ്മളെയും കൊണ്ടുപോണ്ട്, കോഴികളെയും കൊണ്ടുപോണ്ട്, എല്ലാവരും ആടുകളെയും കൊണ്ടുപോണ്ട്, എല്ലാം കൊണ്ടുപോണ്ട്. ഒരു കാടും നാടും വേർതിരിക്കുന്ന ഒരു ഫെൻസിങ്ങോ ഒരു സംഭവം ഒന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ് നിഷ്ക്രിയമാണ്. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു പ്രതിഷേധങ്ങൾ രേഖപ്പെടും. ഞങ്ങൾക്ക് വോട്ടില്ല, വോട്ടൊക്കെ അടക്കണം നിങ്ങളടുത്താണ്. അപ്പോൾ ഇടങ്ങേറ് ഞങ്ങൾക്കൊക്കെ ഉണ്ട്, എല്ലാവരും പ്രയാസത്തിലാണ്. അപ്പോൾ ആ പ്രയാസത്തിന് ഒരു മറുപടി കൊടുക്കാനുള്ള അധികാരം നിങ്ങളടുത്ത് മാത്രമേ ഉള്ളൂ, വോട്ട് നിങ്ങളടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്നോട് വോട്ട് ചെയ്യണം. അത് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ വരുന്നത്. 19-ാം തീയതി ആണ് വോട്ട്. നല്ല മഴ ഉണ്ടാവും എന്ന് തന്നെ കരുതുക. എന്ത് മഴ ഉണ്ടെങ്കിലും രാവിലെ പോവുക, വോട്ട് ചെയ്യുക. ഈ വോട്ട് 2ാമത്തെ സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഉറച്ച തീരുമാനത്തോടു കൂടി ചെല്ലുക, ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ജയിക്കണം. തണ്ണിക്കടവ് 1-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബാപ്പുട്ടി മൊത്തത്തിൽ നല്ലാത്ത സാഹചര്യം, നമ്മളൊരു കെട്ടുറപ്പും നമ്മളൊരു ഒരുമയും ഇവിടുത്തെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് തന്നെയാണ്.